നമുക്കിപ്പം CPM പ്രതിനിധിയുണ്ട് പ്രകാശം മാസ്റ്റർ. ഗുഡ് ഈവനിങ് പ്രകാശം മാസ്റ്റർ. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇന്ന് പ്രതിപക്ഷ നേതാവും PK നവാസും ചോദിക്കുന്ന ചോദ്യമാണ്. ഉദ്ദിഷ്ട കാര്യത്തിനുള്ളൊരു ഉപകാരസ്മരണ എന്ന നിലയിലാണോ ഈ MR അജിത് കുമാറിനെതിരെയുള്ള പല തരത്തിലുള്ള അന്വേഷണങ്ങളും നടന്നിട്ടും ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു മെമ്മോ കൊടുക്കാത്തത്, ഒരു FIR ഇടാത്തത്? എന്തിന്? ഒരു അന്വേഷണ റിപ്പോർട്ട് വെച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ഈ ലിസ്റ്റിൽ MR അജിത് കുമാർ പെടില്ലായിരുന്നല്ലോ. അപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റിയിലേക്ക് MR അജിത് കുമാറിനെ വഴിയൊരുക്കി ഈ സർക്കാരിന്റെ കരുതൽ എന്ന് കരുതിയാൽ എങ്ങനെ തെറ്റു പറയാൻ സാധിക്കും പ്രകാശം മാസ്റ്റർ? ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണയാണോ ഇത്? ഈ കേരളം നിയമവാഴ്ചയുള്ള ഒരു സംസ്ഥാനമാണ്, അല്ലാതെ ഒരു വെള്ളരിക്ക പട്ടണമൊന്നുമല്ല. ഇവിടെ സർവീസ് ചട്ടങ്ങളും അതുപോലെ തന്നെ പൊതുവിലുള്ള നിയമങ്ങളുണ്ട്. എന്താണ് നമ്മുടെ രാജ്യത്തിലെ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം? ഏതെങ്കിലും ഒരാൾ ഒരു കുറ്റവാളിയായി തെളിയിക്കപ്പെടുന്നത് വരെ അയാൾ കുറ്റവാളിയല്ല. ഇവിടെ ഇപ്പം നവാസിനെതിരെ ഒരു ആക്ഷേപം കൊണ്ട് നോക്കുക, എന്നാൽ ആക്ഷേപം അംഗീകരിച്ച് ഇനി നവാസ് രാഷ്ട്രീയ രംഗത്ത് നിൽക്കാൻ പാടില്ല എന്ന് പറയാൻ ആർക്കെങ്കിലും അധികാരമുണ്ടോ? അപ്പം നവാസ് കുറ്റവാളിയാണ് എന്ന് നിയമത്തിന് മുമ്പിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കാര്യം സംബന്ധിച്ച് തീരുമാനമാവാം. ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത് ഇപ്പോൾ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് ഇത്രയും സമയം വേണോ വിജിലൻസിന്റെ അന്വേഷണത്തിന് ഒരു റിപ്പോർട്ട് കൊടുക്കാൻ? അല്ല, വിജിലൻസ് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിനുള്ള കാലയളവ് എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ അദ്ദേഹം ഉൾപ്പെട്ട വിഷയം സംബന്ധിച്ചിടത്തോളം 3 മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് 1.5 മാസക്കാലം കൂടി റിപ്പോർട്ട് കൊടുത്തു. ബന്ധപ്പെട്ട അലങ്കോലപ്പെടുത്തി എന്ന വാർത്ത പുറത്തു വരുമ്പോൾ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയം അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയത് ഈ ADGP അല്ലേ? നിശ്ചിത സമയത്തിനുള്ളിൽ ADGP ഒരു റിപ്പോർട്ട് കൊടുത്തോ? ആ റിപ്പോർട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ ഒരു മെമ്മോ ഈ ADGP MR അജിത് കുമാറിന് മുഖ്യമന്ത്രി ഇഷ്യൂ ചെയ്തിരുന്നോ? ഇല്ലല്ലോ. അപ്പോൾ വേണ്ട സമയങ്ങളിലെല്ലാം സംരക്ഷിച്ചിട്ടുണ്ട് ഈ സർക്കാർ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കരിയർ ട്രാക്ക് റെക്കോർഡിൽ ഒരു ചുവപ്പ് വരയും വീഴാതിരിക്കാൻ ഷാജി കിരണിനെ ബന്ധപ്പെട്ടത് ആര് പറഞ്ഞിട്ടാ? ഒരു മെമ്മോ കൊടുത്തു ഈ സർക്കാർ. സ്വപ്ന സുരേഷിനെ വിളിച്ചത് ആര് പറഞ്ഞിട്ടാ? വിജിലൻസിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾക്ക് സ്വപ്ന സുരേഷിനെ വിളിക്കേണ്ട ആവശ്യം എന്താ? ഒരു മെമ്മോ കൊടുത്തോ? കൊടുത്തില്ലല്ലോ. അപ്പോൾ മെമ്മോ കൊടുക്കേണ്ട ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും കൊടുക്കാതെ സംരക്ഷിച്ചത് DGP ആയി സ്ഥാനക്കയറ്റം കിട്ടുന്നതിന് വേണ്ടിയുള്ള വഴിയൊരുക്കലായിരുന്നു. അതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ പോലീസ് സേനക്കകത്തുള്ള അന്യായങ്ങളെ ഇതുപോലെ കൈകാര്യം ചെയ്ത മറ്റൊരു ഗവൺമെൻറ് ഇല്ല. ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കഴിഞ്ഞ വർഷം വരെ എടുത്ത് പരിശോധിക്കുമ്പോൾ 8 പേരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട ഗവൺമെൻറ്റാണ് പോലീസ് സർവീസിൽ നിന്ന്. നിരവധി പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 2016 മുതൽ ഈ കഴിഞ്ഞ 2024 വരെയുള്ള കാലത്ത് 828 പോലീസുകാർക്കെതിരെ കേസെടുത്തിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഇന്ത്യ പോലീസ് ഫൗണ്ടേഷൻ പോലീസ് സേനയിലെ അഴിമതിയെ സംബന്ധിച്ച് നടത്തിയിരിക്കുന്ന സർവേയിൽ കേരള പോലീസിന് ഏറ്റവും മികച്ച സത്യസന്ധതയും കാര്യക്ഷമതയുമുള്ള പോലീസാണ് ഇന്ത്യയിലെ 1ാമത്തെ പോലീസ് എന്നുള്ളതിലേക്ക് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ആ നിലക്ക് കേരളത്തിലെ പോലീസുമായി ബന്ധപ്പെട്ട് വരുന്ന ഏത് ആക്ഷേപങ്ങളെയും ഇത്ര ഗൗരവത്തോടെ പരിഗണിച്ച മറ്റൊരു ഗവൺമെൻറ് ഇല്ല. എന്നാൽ തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ അംഗീകരിക്കണം, ഇഷ്ടമില്ലാത്തവരെ പുറത്താക്കണമെന്ന് പ്രതിപക്ഷ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ADGP സ്ഥാനത്ത് തുടരാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞു. DGP സ്ഥാനക്കയറ്റം കൊടുത്തു. അതാണ് വാദം. അല്ല, വസ്തുതയല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇവർ ഈ ഇരുട്ടിൽ ഇല്ലാത്ത പൂച്ചയെ മുറിയിൽ തപ്പുന്ന പോലെയുള്ള ചർച്ചയിൽ ഇപ്പോൾ നടക്കുന്നത്. ഇദ്ദേഹത്തിന് സാധാരണഗതിയിൽ ലിസ്റ്റിൽ വന്നാൽ തന്നെ അദ്ദേഹത്തിന് എപ്പോഴാണ് ഈ പറയുന്ന DGP ആയിട്ട് വരാൻ വേണ്ടി കഴിയുക? 1 വർഷവും 7 മാസവും കഴിഞ്ഞാലാണ് സാധാരണഗതിയിൽ MR അജിത് കുമാർ DGP ആവുക. അതിനിപ്പോഴേ ഈ പറയുന്ന പോലെ ഏതോ സ്ഥലത്ത് ഒരാളെ 1 വർഷവും 7 മാസവും ഉണ്ടെങ്കിൽ എന്തിനാണ് തിടുക്കപ്പെട്ട ഈ തീരുമാനം? അദ്ദേഹത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല തീരുമാനം ഉണ്ടായിട്ടുള്ളത്. 1994 ബാച്ചുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ടുള്ള 2011 അത് തീരുമാനിക്കണ്ടേ? അതിലൊരാൾ മനോജ് എബ്രഹാമാണ്, മറ്റൊന്ന് സുരേഷ് പുരോഹിതാണ്, മറ്റൊന്നുള്ളത് MR അജിത് കുമാറാണ്, മറ്റൊന്ന് ശ്രീജിത്താണ്, ഒരാൾ എനിക്ക് തോന്നുന്നു അങ്ങനെ 5 പേരാണ് ഈ ലിസ്റ്റിലുള്ളത്. ഈ 5 പേരുടെ ലിസ്റ്റിലുള്ളതിൽ 2 പേരെ പരിഗണിച്ചാൽ അടുത്ത 6 മാസത്തേക്കുള്ള DGP ലിസ്റ്റ് കിട്ടുമല്ലോ. പിന്നെ എന്തിനാണ് ഈ 3ാമത്തെ ആളെ കൂടി പരിഗണിച്ചത്? അന്വേഷണം നടക്കുകയല്ലേ. നമുക്ക് MR അജിത് കുമാർ മുതൽ താഴോട്ടുള്ള ലിസ്റ്റ് പിന്നീട് പരിഗണിക്കാമെന്ന് മന്ത്രിസഭയ്ക്ക് തീരുമാനമെടുത്തൂടെ? സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഭാഗികമായി അംഗീകരിച്ചാൽ എന്താ കുഴപ്പം? ഇല്ല, കഴിയില്ലല്ലോ. ഈ സാധാരണഗതിയിൽ കേരളം ഉണ്ടായതിനു ശേഷം ഇങ്ങോട്ട് എല്ലാ സമയത്തും
ഈ അതാത് വർഷത്തിൻ്റെ അവസാന കാലം വരുന്ന വർഷം ഉണ്ടാവാനിടയുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണ്, അതിലേക്കുള്ള പിന്നെ ആരെയൊക്കെയാണ് നിയമിക്കാൻ വേണ്ടി കഴിയുക. ഇത് സ്ക്രീനിംഗ് കമ്മിറ്റി അംഗീകരിക്കുന്നത് ഇന്നും ഇന്നലെയുള്ളതല്ല, എല്ലാ കാലത്തും എല്ലാ വർഷവും നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴല്ലേ കൂടിക്കാണുന്നതും തൃശൂർ പൂരം കലക്കലിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതും നിങ്ങളുടെ കൂടെ ഭാഗമായിരുന്ന ഒരു MLA സ്വർണം പൊട്ടിക്കലിൽ പങ്കുണ്ടെന്ന് പറയുന്നതും മാമി തിരോധാന കേസിൽ പങ്കുണ്ടെന്ന് പറയുന്നതുമെല്ലാം അസാധാരണമാം വിധം നമ്മൾ കേൾക്കുന്നതല്ലേ. അങ്ങനെ ഒരാൾ ആ ലിസ്റ്റിൽ ഉൾപ്പെടുമ്പോൾ മന്ത്രിസഭയ്ക്ക് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തൂടെ? സാങ്കേതിക ശരി എപ്പോഴും രാഷ്ട്രീയ ശരിയാകണമെന്നില്ലല്ലോ. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇത് സംബന്ധിക്കുന്ന അന്വേഷണങ്ങളിൽ കുറ്റക്കാരാണെന്ന് കാണുന്ന ഒരാളെയും വിടുന്ന പ്രശ്നമില്ല. കേരള ഗവൺമെന്റ് ട്രാക്ക് റെക്കോർഡ് അതാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥരെയും അന്യായമാർക്ക് സംരക്ഷിച്ചില്ല. നിങ്ങൾ പറഞ്ഞ പോലെ 2011 ബാച്ചിൽ 4 പേരാണ് അല്ലേ, അത് ആക്കില്ലല്ലോ. അങ്ങനെ ആക്കാൻ കഴിയുന്ന കേസിനകത്ത് അദ്ദേഹത്തിന് കുറ്റവാളിയാണെന്ന് വന്ന് ചോദ്യം ഇതാണ്. മന്ത്രിസഭ അംഗീകാരം നൽകിയ ഒരു ഉദ്യോഗസ്ഥനെതിരെ ഏത് കീഴുദ്യോഗസ്ഥനാണ് റിപ്പോർട്ട് തയ്യാറാക്കാൻ ധൈര്യപ്പെടുക? കീഴുദ്യോഗസ്ഥനല്ലല്ലോ, പോലീസ് ചീഫാണല്ലോ അന്വേഷിക്കുന്നത് ആ കേസ്. മേലെയല്ലേ? ശരി, ഞാൻ അപ്രതികരണത്തിലേക്ക് വരാം. PK നവാസ്, Debate with Dr. Arun Kumar.